ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്ത് ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഒരു ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് നിസ്കാരമേ ഉള്ളൂ? പിന്നെ നിർബന്ധമായ നിസ്കാരമേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു സംഭവം വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹാബിമാരിങ്ങനെ നിസ്കാരം നടക്കുമ്പോൾ എന്ത് ചെയ്തു, ഒന്നുകൂടി സുന്നത്ത് നിസ്കരിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുന്നത് ഹദീസുകളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സുന്നത്ത് നിസ്കാരം തുടങ്ങാൻ പാടില്ല. ഇവിടെ ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, നമ്മളവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, സുന്നത്ത് നിസ്കാരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി തുടങ്ങാൻ അത് പാടില്ല. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫർള് നിസ്കാരമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എന്ത് ചെയ്തത്, ഇഖാമത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അവിടെ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലാണോ അതല്ല നിസ്കാരത്തിൻ്റെ ഒടുക്കത്തിലാണോ? അപ്പോൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടേ ഉള്ളൂ, റുക്കൂഇലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിസ്കാരം മുറിക്കണം. ആ നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഇമാമിൻ്റെ കൂടെ വന്ന് ചേരണം. അവിടെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ നമ്മൾ കാത്തു നിൽക്കല്ല വേണ്ടത്. എന്നാൽ ഒരാൾ നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, റുക്കൂഅൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, അവിടെ ഇഖാമത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ റക്അത്ത് പൂർത്തിയാക്കിയിട്ട് ഇമാമിൻ്റെ കൂടെ വന്ന് ചേരുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫർള് നിസ്കാരം നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ സുന്നത്ത് നിസ്കാരം പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം.